ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊക്കെ പരിചയമില്ല, നമ്മുടെ മലബാറിൻ്റെ സ്വന്തം സ്നാക്കായ ഉന്നക്കായയുടെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. ഉന്നക്കായ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങും ആ ഒരു ടേസ്റ്റൊക്കെ വരുന്ന വേറൊരു രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് രണ്ടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം കളർ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല. ഇതിൽ തന്നെയാണ് ഞാൻ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ തേങ്ങയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടി തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്ത ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മീഡിയം സൈസ് നേന്ത്രപ്പഴം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സിയിൽ പെട്ടെന്നൊന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് തരിതരിപ്പൊന്നുമില്ലാതെ അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒന്നുകിൽ റൗണ്ട് ഷേപ്പിലുള്ള സോസ് പാൻ എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതും പകുതി മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് ഇതിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. തേങ്ങാപ്പാണ്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ബാക്കി ആ ബാറ്ററും കൂടി ഇതിൻ്റെ മേലെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒത്തിരി ലൂസും ആയി പോകരുത്, അതുപോലെ തന്നെ ഒത്തിരി ടൈറ്റും ആയി പോകരുത്. ഇതുപോലെ എല്ലാ വശത്തുമായിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് മുഴുവൻ കവർ ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് കുക്കായി മുകൾ വശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ മേൽവശം കൂടി 5-10 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രം ഡയറക്റ്റ് വേറൊരു പാനിലോട്ട് തിരിച്ചിട്ടിട്ട് മുകൾ വശം കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട്. അതൊന്ന് ചൂടാറിയാൽ അത് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടെയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.